രേഖ ഇതിനകത്ത് ബോധപൂർവമായി ഹാരിസിനെ കൊടുക്കാനായി കുറെ ആളുകൾ പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, എന്റെ സഹപ്രവർത്തകരാണ് എന്നെ ഏറ്റവും അധികം മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചത് എന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ആക്ഷേപങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സർക്കാർ നിയമിച്ച ഒരു സമിതി നൽകിയ റിപ്പോർട്ടിന്റെ ഭാഗങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ആരോപണത്തിനും ഡോക്ടർ ഹാരിസ് വളരെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടിയിൽ ഇതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു ഉപകരണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. ഞാന് ഓപ്പറേഷൻ മാറ്റിവെച്ചത് ആ ഉപകരണം ഇല്ലാത്തതിന്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ പറഞ്ഞത് അടുത്ത മറ്റൊരു യൂണിറ്റിൽ ഈ ഓപ്പറേഷൻ നടന്നില്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു. അത് അതിന്റെ ചുമതലയുള്ള ഡോക്ടർ സ്വന്തമായി വാങ്ങിച്ച് ഉപയോഗിച്ചതാണ്. അങ്ങനെയുള്ള ഉപകരണം ഉപയോഗിച്ച് ഞാൻ സർജറി നടത്താൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇതിന്റെ ഇല്ലായ്മയെ കുറിച്ച് ഞാൻ വെളിപ്പെടുത്തിയത്. അതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം, അദ്ദേഹം ഇതിന്റെ ഇല്ലായ്മയെ കുറിച്ച് തക്ക സമയത്ത് സൂപ്രണ്ടിനോടോ പ്രിൻസിപ്പലിനോടോ പറഞ്ഞില്ല എന്നുള്ളതാണ്. അതും അദ്ദേഹം കണ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, പലവട്ടം സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ പ്രിൻസിപ്പലിനോടും ഇങ്ങനെയുള്ള ഉപകരണത്തിന്റെ അഭാവത്തെ കുറിച്ച് ചൂണ്ടിക്കാട്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ കാര്യമായ രീതിയിൽ പ്രതികരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടി വന്നത്. വസ്തുതയാണ് ഈ ഞാൻ വെളിപ്പെടുത്തിയത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. മൂന്നാമത്തെ ആരോപണം അദ്ദേഹത്തിനെതിരായിട്ടുള്ളത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ടതായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചില്ല, ചട്ടങ്ങൾ ലംഘിച്ച് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് മൂന്നാമത്തെ ആരോപണം. അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു അച്ചടക്കമുള്ള സർക്കാർ ജീവനക്കാരൻ എന്ന രീതിയിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് എന്നോട് ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞൊരു ക്ഷമാപണ കുറിപ്പും അദ്ദേഹത്തിന്റെ വിശദീകരണ കുറിപ്പിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ എല്ലാം ഉപരിയായി അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, അദ്ദേഹത്തെ ബോധപൂർവ്വം പീഡിപ്പിക്കുന്നതിന് വേണ്ടി കുറെ ആളുകൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിന് പിറകിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പ് മന്ത്രി എടുത്ത നിലപാടും വളരെ അപഹാസ്യമാണ്. അങ്ങനെ അദ്ദേഹം പറയുന്നില്ലെങ്കിലും പറയാതെ പറയുന്നുണ്ട്. കാരണം അവർ പറയുന്നത്, ഒരു ആരോഗ്യമന്ത്രി തുടക്കം മുതൽ ഒടുക്കം മുതൽ പറയുന്നത് തമ്മിൽ പരസ്പര വിരുദ്ധമാണ്. അവർ ഒരു സമയത്ത് പറയും, ഞങ്ങൾ എന്തു വന്നാലും ഈ ഡോക്ടറെ ചേർത്ത് നിർത്തും, അദ്ദേഹം നല്ല മിടുക്കനായ ഡോക്ടറാണ്, സത്യസന്ധനാണെന്ന് പറയുകയും അദ്ദേഹത്തെ കള്ളനാക്കാനായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ സാധൂകരിച്ചുകൊണ്ട് ഈ ആരോഗ്യമന്ത്രി പ്രതികരിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊന്നും ഇനി ആവർത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് മേഘ ഈ കാര്യത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇദ്ദേഹത്തെ ബോധപൂർവ്വം കൊടുക്കാനായി ശ്രമിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണ്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പലവട്ടം സൂചിപ്പിച്ചതാണ് മേഘ ഉൾപ്പെടെയുള്ളവരോട്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്ന ഒരു ഹാസ്യ നാടകം നമ്മൾ കണ്ടതല്ലേ, അവിടുത്തെ സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടെ നടത്തിയ ഒരു വാർത്താ സമ്മേളനം. എന്തായിരുന്നു ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതിന്റെ ABC പോലും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ടിരുന്ന് വർത്തമാനം പറയുന്ന രണ്ടാളുകളെയാണല്ലോ വലിയ ഉന്നത ഡോക്ടർമാരായി നമ്മൾ കണ്ടത്. മാത്രവുമല്ല, അവർ ഇടയ്ക്കിടയ്ക്ക് ടെലിഫോണിൽ കൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന ക്യാപ്സ്യൂളുകൾ വിഴുങ്ങിക്കൊണ്ട് അത് ഛർദ്ദിച്ചത് കണ്ടു. അവസാനം ക്യാപ്സ്യൂളുകൾ കൊടുത്തത് ആരാണെന്നുള്ളത് വെളിപ്പെട്ടുകൊണ്ടു ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഇത്രയും അപഹാസ്യമായ നാടകങ്ങളൊക്കെ കളിച്ചിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ നടത്തിയതായിട്ടുള്ള കുറ്റാരോപണങ്ങൾ ഒന്നും തന്നെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ മേഘ പറഞ്ഞ ഒരു വിഷയത്തെ കൂടെ ഞാൻ സ്പർശിക്കാം. അതായത് ഇദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്നുള്ളത് ഇദ്ദേഹം ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ ഇദ്ദേഹം ഇടതുപക്ഷത്തിന് അനുകൂലമായി പരസ്യമായി പ്രസ്താവനകളും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഒക്കെ നടത്തിയിട്ടുണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെതിരായ ഒരു ചെറുവിരൽ പോലും അതിന്റെ പേരിൽ അനക്കിയില്ലല്ലോ. അതും യഥാർത്ഥത്തിൽ ചട്ടലംഘനമാണല്ലോ. അപ്പോൾ മേഘ പറഞ്ഞതുപോലെ അനുകൂലിക്കുമ്പോൾ യാതൊരു ചട്ടലംഘനവുമില്ല, പ്രതികൂലിച്ചോ അല്ലെങ്കിൽ വിമർശിച്ചോ പറഞ്ഞാൽ ചട്ടലംഘനമാണ്. അത് സർക്കാരിന്റെ മറ്റൊരു ഇരട്ടത്താപ്പാണ്. ഏതായാലും ഇപ്പോൾ സർക്കാരിന്റെ മുഖം ആകെ വികൃതമായി. അതിനേക്കാൾ വികൃതമായതാണ് ആരോഗ്യമന്ത്രിയുടെ മുഖം. ഇനി എന്തെല്ലാം പറഞ്ഞാലും ഡോക്ടർ ഹാരിസ് എടുത്ത നിലപാടാണ് ശരി എന്നാണ് പൊതു സമൂഹം വിശ്വസിക്കുന്നത്. അതിന്റെ പേരിലാണല്ലോ ഇപ്പോൾ കുറെയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഹാരിസ് പറഞ്ഞത് തെറ്റായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു രായ്ക്ക് രാമാനും രാത്രി സമയം കൊണ്ട് ഹൈദരാബാദിൽ നിന്ന് ഉപകരണങ്ങൾ വരുത്തിയത്? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇനിയും ഈ ഹാരിസിന്റെ വിഷയത്തിൽ പിടിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർക്കാരിന് ഇനിയും കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഹാരിസ് ഇടയ്ക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ,
എന്റെ ഗുരുനാഥന് തുല്യമാണ് പിണറായി വിജയൻ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സ്വന്തം പാളയത്തിൽ തന്നെ തിരിച്ചടി കിട്ടി. അതുകൊണ്ട് അദ്ദേഹവും ഇതൊക്കെ കുറെയൊക്കെ തിരിച്ചറിയണം. അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ ആഭിമുഖ്യമൊക്കെ സർവീസിലിരിക്കുമ്പോൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ ഹീനമാണ്, തരം താണതാണ്. അതുകൊണ്ട് അദ്ദേഹവും സ്വല്പം ആത്മനിയന്ത്രണമൊക്കെ പാലിക്കണം എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. നല്ല ഡോക്ടർ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. സർക്കാരിന്റെ ചട്ടങ്ങൾ പാലിക്കണം, നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അവിടെ വരുന്ന രോഗികളുടെ രാഷ്ട്രീയം നോക്കിയല്ല പെരുമാറേണ്ടത്. അങ്ങനെ അല്ലായിരുന്നു അദ്ദേഹം പെരുമാറിയെന്നുള്ളത് വളരെ വ്യക്തം. പക്ഷെ അദ്ദേഹത്തിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റ് എന്റെ ഗുരുനാഥന് തുല്യനാണ് പിണറായി സർക്കാർ, ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത് കുറെ കൂടെ ആലോചിച്ച് വേണം. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് യോജിച്ചതാണോ എന്ന് അദ്ദേഹം തന്നെ ഒരു സ്വയം പരിശോധന നടത്തണം എന്നതും ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശമാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രൊഫസർ എ സി ജോർജ്, അതുപോലെ തന്നെ ഒരു സന്ദേശം സർക്കാർ നൽകിയിരിക്കുകയാണ്. അതായത് തങ്ങൾക്കെതിരെ പരാതിപ്പെടുന്നവർ ആരായാലും, അത് ഡോക്ടർ ആയാലും ശരി, ഒരു സാധാരണക്കാരനായാലും ശരി, സ്ഥിതി ഇതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കാരണം കാണിക്കൽ നോട്ടീസ് എഴുതി അല്ലെങ്കിൽ അതിന്റെ മറുപടി എഴുതി പുറകെ നടക്കേണ്ടി വരും, ഒരു കള്ളനായി വരെ ചിത്രീകരിക്കപ്പെടേണ്ടി വരും എന്നുള്ളൊരു കാര്യം. അതെ, അത് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പൊതു സംസ്കാരമാണല്ലോ. അതായത് സർക്കാരിനെ വിമർശിക്കുന്നതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ ബൈക്കിനകത്ത് കൂടെ വിളിച്ചു പറഞ്ഞ സഹാക്കളുള്ള ഒരു പാർട്ടിയാണല്ലോ ഇപ്പോഴത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് പ്രാഗൽഭ്യമുള്ളവരാണ് ഇടതുപക്ഷ പാർട്ടി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയും. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് ഈ തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുന്നതിനകത്തൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണെങ്കിലും തട്ടിക്കൂട്ടി 8 മാസം കൂടെ ഈ ഭീഷണിയും കൊണ്ട് നടത്താവുന്നതല്ലാതെ യാതൊരു തരത്തിലും കാര്യമായിട്ടുള്ള ഒരു മാറ്റം ആരോഗ്യ രംഗത്ത് ഇപ്പോഴും വരുത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം മുഴച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇപ്പോഴും മേഖല ആശുപത്രികളിൽ മരുന്നുമില്ല, ഉപകരണവുമില്ല. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ ആഘോഷത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതൊക്കെ ഇനി ഇപ്പോൾ ഈ സന്ദർഭം അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഈ ഉരുട്ടിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ഒപ്പിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ ജനം സമ്മതിക്കില്ല. അതുകൊണ്ട് സഹികെട്ട് ജനങ്ങൾ ഈ ഗവൺമെന്റിന് 8 മാസം കൂടെ മുന്നോട്ട് പോകാൻ അനുവദിക്കും എന്ന് മാത്രമാണ് എന്നെ പോലെയുള്ള ആളുകൾ വിചാരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.